നമസ്കാരം. മലയാള സിനിമയിലെ പ്രസിദ്ധ തിരക്കഥാകൃത്ത് ടി.എ. ഷാഹിദ് വൻ ഹിറ്റുകൾ ഉണ്ടാക്കി ചെറുപ്പത്തിലെ മടങ്ങിയവർ. മത്സരം എന്ന സിനിമയിൽ തുടങ്ങി നാട്ടുരാജാവ്, മാമ്പഴക്കാലം, രാജമാണിക്യം, ബെൻ ജോൺസൺ, അവസാനം താന്തോന്നി വരെ. ഷാഹിദിനെ ആലോചിക്കാത്ത ഒരു ദിവസവും എനിക്കില്ല. ഞങ്ങൾ അങ്ങനെ ജീവിച്ചതാണ്. സിനിമയിൽ ഷാഹിദ് വരുന്നതിന് മുൻപ് പരസ്യങ്ങൾ എഴുതും, ഹോം സിനിമകൾ എഴുതും. അന്ന് ഞാൻ മിമിക്രി സ്റ്റേജുകളിൽ അവതരിപ്പിക്കുന്ന കാലം. ഏത് ചെറിയ വേഷം കിട്ടിയാലും എല്ലാത്തിലും എന്നെ ഉൾപ്പെടുത്തും ഷാഹിദ്. ഷാഹിദ് ദിവസം മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് പടം രാജമാണിക്യം, അതിൽ പ്രകാശേട്ടുണ്ട്, ബ്രോക്കർ വേലായുധനായിട്ട്. അപ്പൊ ഞാൻ ഒരു കസേരയിട്ട് ദൂരെ മാറിയിരിക്കുക ലൊക്കേഷനിൽ. അപ്പം മമ്മൂക്ക ഷാഹിദിനോട് എന്തൊക്കെയോ വിറ്റടിക്കുന്നുണ്ട്. എന്നെ നോക്കിയിട്ടാണ് മമ്മൂക്ക പറയുന്നത് മുഴുവൻ. ഷാഹിദ് ചിരിക്കുമ്പോഴെന്നെ നോക്കണം. സൂപ്പർ വിറ്റ് അല്ലാതെ ഷാഹിദ് അങ്ങനെ ചിരിക്കില്ല. സൂപ്പർ വിറ്റുകൾ ആര് പറഞ്ഞാലും ഷാഹിദിന്റെ ചിരിക്ക് പുറമെ കാലോട്ട് നിലത്തിങ്ങനെ വെറുതും ചെക്കെ. അപ്പൊ എനിക്ക് മനസ്സിലാവും മമ്മൂക്ക എന്നെ പറ്റി എന്തോ വലിയൊരു കുറ്റം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാഹിദ് എൻ്റെ കസാലിന്റെ അടുത്തിരുന്നപ്പോ ഞാൻ ചോദിച്ചു, എടാ മമ്മൂക്ക എന്താ എന്നോട് പറഞ്ഞത്? നല്ല എന്താണെന്ന് പറഞ്ഞത്? ഇപ്പൊ എന്നോട് പറഞ്ഞത് അതല്ല ചേട്ടാ മമ്മൂക്ക പറഞ്ഞത്. മമ്മൂക്ക എന്നോട് ചോദിക്കുകയാണ്, അണക്ക് എവിടുന്നാണ് കിട്ടിയത് കാക്കനെന്ന്. പറഞ്ഞ് കാക്കിൻ്റെത് പ്രകാശ് എന്ന പേര്, പിന്നെ മൂപ്പര് ജനിച്ച സ്ഥലം അങ്ങനത്തെ ഉള്ളതാണ്. അപ്പൊ ഇടകവലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചത്. മമ്മൂക്ക പറയാണല്ലോ കാക്കാമാരെക്കാട്ടി നല്ല വർത്താനാണല്ലോ. അപ്പൊ എന്നോട് ഷാഹിദ് പറഞ്ഞു നമുക്ക് നമ്മൾ റൂമിൽ പോവുക. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് വരാം. അപ്പൊ ഷാഹിദിനോട് പറഞ്ഞു എനിക്കൊരു സന്തോഷമില്ല. എന്താ? എനിക്ക് സന്തോഷം വരണമെങ്കിൽ രണ്ട് കാര്യം കാണണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം രണ്ട് കാര്യം അറിഞ്ഞാലോ. നമ്മൾ ആദ്യത്തെ സന്തോഷം എന്താണ്? മാസം കണ്ടാൽ. പിന്നത്തെ സന്തോഷം പ്രകാശനെ കാണുമ്പോൾ. കൊട്ടയും കൊട്ടക്കാരും